Dear students, have a nice time. In the fourth module, we mainly discuss three important theorems: Wilson's theorem, Fermat's little theorem, and Euler's theorem. All these theorems based on the concept of congruences. We first start with Wilson's theorem. Simply, the result says if P is a prime, then P always divides P minus 1 factorial plus 1. For example, if we take P equal to 3, then we have P minus 1 factorial plus 1 becomes 2 factorial plus 1, that's equal to 3, and clearly 3 divides 3. And if P equal to 5, what happens? P minus 1 factorial plus 1 equal to 4 factorial plus 1, and this equal to 24 plus 1, that is 25, and 5 divides 25. This result is what is known as Wilson's theorem. So let us prove this theorem. Before going to the proof of Wilson's theorem, we have some other results. Let's have a definition first. Consider the congruence Ax congruent to 1 mod m. We know it has a unique solution if and only if GCD of A and m equal to 1. Congruence relation solution നമ്മൾ പഠിച്ചതാണ് Ax congruent to B mod m എന്ന congruence relation ആണെങ്കിൽ GCD of AM ഡിവൈഡ്സ് ബി ആണെങ്കിലാണ് ഈ കാണുന്ന കോൺട്രുവൻസിന് സൊല്യൂഷൻ ഉണ്ടാവുക. ഇവിടെ ബിയുടെ സ്ഥാനത്ത് 1 ആണ്. 1നെ ഡിവൈഡ് ചെയ്ത നമ്പർ 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജി സി ഡി ഓഫ് എ ആൻഡ് എം ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ ഈ കോൺട്രുവൻസിന് സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ദ സൊല്യൂഷൻ ഓഫ് സച്ച് എ കോൺട്രുവൻസ് ഇസ് കോൾഡ് ദ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം. അതായത് എ എക്സ് കോൺട്രുവൻ ടു 1 മോഡ് എം എന്ന കോൺട്രുവൻസ് റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ള, അതായത് ഈ കോൺട്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന് നമ്മൾ വിളിക്കുന്നു ഇറ്റ് ഈസ് ദ എ ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം. ഇനി മോഡുലോ ആയിട്ടുള്ള നമ്പർ നമ്മളിവിടെ എമ്മിന് പകരം ഒരു പ്രൈമാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡുലോ പി എന്ന് പറയുന്നത് 1 മുതൽ പി മൈനസ് 1 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമുക്കറിയാം. അതായത് ഏതൊരു ഇൻറ്റിജറിനെയും പി എന്ന പ്രൈം കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ വരാവുന്ന ലീസ്റ്റ് റെസിഡ്യൂസ് 1 മുതൽ പി മൈനസ് 1 വരെയുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഈ കാണുന്ന എല്ലാ ഇൻറ്റിജേഴ്സും ഇൻവേർട്ടബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറയാം. വി കൺസിഡർ പി ഈക്വൽ ടു 7. ദെൻ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള ഇൻറ്റിജേഴ്സാണ്. ഈ കാണുന്ന 6 ഇൻറ്റിജേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് എഴുതിയ കോൺട്രുവൻസ് റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. സോ എക്ക് പകരം ഞാൻ 2 ആദ്യം കൺസിഡർ ചെയ്യുന്നു. ഇതിൽ 2 എടുത്തു. 2x കോൺട്രുവൻ ടു 1 mod 7. എം എന്നതിന് പകരം ഇവിടെ പ്രൈം ആയിട്ടുള്ള 7 ആണ് നമ്മൾ എക്സാമ്പിളിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 7 കറസ്പോണ്ടിങ് ആയുള്ള ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് ആണ് 1 മുതൽ 6 വരെയുള്ള ഇൻറ്റിജേഴ്സ്. 2x കോൺട്രുവൻ ടു 1 mod 7 എടുത്താൽ ഈ കാണുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന ഇൻറ്റിജർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. കാരണം 2 into 4 ചെയ്താൽ 8 ആണ്. 8 minus 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. സോ നമ്മളിവിടെ 2 കൺസിഡർ ചെയ്ത സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 എന്ന ഇൻറ്റിജർ നമുക്ക് ഈ കാണുന്ന കോൺട്രുവൻസിൻ്റെ സൊല്യൂഷൻ ആയിട്ട് ലഭിച്ചു. ഇൻ അതർ വേർഡ്സ് 4 ഈസ് ദ ഇൻവേഴ്സ് ഓഫ് 2 ഓർ 2 ഈസ് ദ ഇൻവേഴ്സ് ഓഫ് 4 എന്ന് പറയാം. അതേപോലെ നമ്മൾ എക്ക് 3 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ വി ഹാവ് 3x ഈസ് കോൺട്രുവൻ ടു 1 mod 7 എന്ന് ലഭിക്കുന്നു. ഈ കാണുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറയുന്നത് 5 ആണ്. കാരണം 3 into 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 minus 1 is equal to 14, which is a multiple of 7. സോ 3യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 5 ആണ്, അല്ലെങ്കിൽ 5ൻ്റെ ഇൻവേഴ്സ് 3 ആണ്. സോ നമ്മളിവിടെ 3 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5 ലഭിച്ചു. നൗ ഐ ചൂസ് 4 നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി 6 കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 6x കോൺട്രുവൻ ടു 1 mod 7 കൺസിഡർ ചെയ്തു. ഇവിടെ എക്സിന് കൊടുക്കാവുന്ന ഇൻറ്റിജർ എന്ന് പറയുന്നത് 6 തന്നെയാണ്. കാരണം 6 into 6 ചെയ്താൽ 36 ലഭിക്കുന്നു. 36 minus 1 is 35, which is a multiple of 7. സോ ഇവിടെ നമുക്ക് മനസ്സിലായത് 6ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 6 തന്നെയാണ്. അപ്പം ഈ കാണുന്ന ഇൻറ്റിജറും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ 1 മാത്രമേ ബാക്കിയുള്ളൂ. ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 1 into x, ദാറ്റ് ഈസ് എക്സ് കോൺട്രുവൻ ടു 1 mod 7 എന്ന് ലഭിക്കും. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന് പകരം നമുക്ക് 1 തന്നെ എടുക്കാം. കാരണം 1 minus 1 is 0, which is a multiple of 7. ഓക്കെ, സോ നമ്മളിവിടെ നോക്കിയപ്പം 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെ ലഭിച്ചു. 6ൻ്റെ ഇൻവേഴ്സ് 6 തന്നെ ലഭിച്ചു. 2ൻ്റെ ഇൻവേഴ്സ് 4 ആണ്. 3ൻ്റെ ഇൻവേഴ്സ് 5 ആണ്. ഓക്കെ, സോ ഈ എക്സാമ്പിളിൽ പിക്ക്
7 എന്ന പ്രൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് എഴുതിയ ലീസ്റ്റ് റെസിഡ്യൂസ് ആണ് 1 മുതൽ 6 വരെയുള്ള ഇൻറ്റീജേഴ്സ്. ഈ ലീസ്റ്റ് റെസിഡ്യൂസിലുള്ള രണ്ട് ഇൻറ്റീജേഴ്സിനെ പെയേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഈ കാണുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നർത്ഥം, എക്കും എക്സിനും. ഓക്കെ, സോ എക്ക് 2 എടുക്കുകയാണെങ്കിൽ എക്സ് 4 ആയിരിക്കും, എക്ക് 3 എടുത്താൽ എക്സ് 5 ആയിരിക്കും. അപ്പോൾ 2ൻ്റെ ഇൻവേഴ്സ് 4 ആണ്, 3ൻ്റെ ഇൻവേഴ്സ് 5 ആണ്. 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയായിരിക്കും എന്നും 6ൻ്റെ ഇൻവേഴ്സ് 6 തന്നെ ആയിരിക്കും എന്നും നമുക്ക് ലഭിച്ചു. ഇതുപോലെ നിങ്ങൾ മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും, അപ്പം ഫോർ എക്സാമ്പിൾ പി ആയിട്ട് നമ്മൾ മറ്റൊരു പ്രൈം 11 എടുത്തു എന്ന് വിചാരിക്കാം. ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് ആയിട്ട് വരിക 1, 2, 3 എക്സെട്ര 10 വരെയുള്ള ഇൻറ്റിജേഴ്സാണ്. ഇതിൽ ഫസ്റ്റ് ഇൻറ്റിജർ 1ഉം ലാസ്റ്റ് 10ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയായിരിക്കും, 10ൻ്റെ ഇൻവേഴ്സ് 10 തന്നെയായിരിക്കും. ബാക്കി 2 മുതൽ 9 വരെയുള്ള ഇൻറ്റിജേഴ്സ് പെയേർഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, ഒന്നൊന്നിൻ്റെ ഇൻവേഴ്സ് ആവുന്ന വിധത്തിൽ. ആ റിസൾട്ടാണ് നമ്മൾ അടുത്ത ലെമ്മയിൽ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എ പോസിറ്റീവ് ഇൻറ്റിജർ എ എസ് സെൽഫ് ഇൻവേർട്ടിബിൾ മോഡുലോ പി. സെൽഫ് ഇൻവേർട്ടിബിൾ മോഡുലോ പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ എസ് കോൺട്രോയിൻ ടു 1 mod m എന്ന ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ എക്സ് എന്ന് പറയുന്നത് എ തന്നെ ആയി മാറുക. എ ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എ എക്സ് കോൺട്രോയിൻ ടു 1 mod m. Then we called x as the inverse of a, or in other words a is self invertible. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് തന്നെയാവുന്ന സമയത്ത് എയെ നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് വിളിക്കുന്നു. എയുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് എ തന്നെയാണെങ്കിൽ. ജനറലായിട്ട് പറഞ്ഞാൽ എമ്മിന് പകരം നമ്മൾ പി എന്ന പ്രൈം കൺസിഡർ ചെയ്യുന്നു. 1, 2, 3 എക്സെട്ര p-1 ആണ് ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡുലോ പി എന്ന് പറയുന്നത്. സോ ഇതെല്ലാം എ എക്സ് കോൺട്രോയിൻ ടു 1 mod p എന്ന കോൺട്രോയിൻസ് റിലേഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1ഉം p-1ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ്. അതായത് എ ഈക്വൽ ടു 1 ആണെങ്കിൽ എ ഇൻവേഴ്സ് 1 തന്നെയായിരിക്കും. എ ഈക്വൽ ടു p-1 ആണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് p-1 തന്നെയായിരിക്കും. മറ്റുള്ള ഇൻറ്റിജേഴ്സ് 2 മുതൽ p-2 വരെയുള്ള ഇൻറ്റിജേഴ്സ് ഇവിടെ പെയേർഡ് ആയിട്ടായിരിക്കും ഇൻവേഴ്സും ആ എലമെൻറ്റും നിൽക്കുന്നത്. ഓക്കെ, സോ ആ കാണുന്നതിൽ ഈ കാണുന്ന എക്സാമ്പിൾ പ്രകാരം നമ്മൾ പറഞ്ഞതും 1ഉം ലാസ്റ്റ് ആയ 6ഉം ആണ് സെൽഫ് ഇൻവേർട്ടിബിൾ എന്നായിരുന്നു. ജനറലായിട്ടൊരു പ്രൈം എടുത്താൽ 1ഉം p-1ഉം മാത്രമേ സെൽഫ് ഇൻവേർട്ടിബിളായി ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ ഈ ലെമ്മയിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ എക്സ് കോൺട്രോയിൻ ടു 1 mod p എന്ന കോൺട്രോയിൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ എക്സ് ഈക്വൽ ടു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺട്രോയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ തന്നെയായി മാറുന്നു. എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. ഇൻ ദാറ്റ് കേസ് വി കോൾ എ ആസ് സെൽഫ് ഇൻവേർട്ടിബിൾ. നൗ എ പോസിറ്റീവ് ഇൻറ്റിജർ എ is സെൽഫ് ഇൻവേർട്ടിബിൾ മോഡുലോ പി if and only if a congruent to ±1 mod p. Let us prove the result. Suppose a is self-invertible modulo p. അതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു, എ എക്സ് കോൺട്രോയിൻ ടു 1 mod p എന്ന ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് എ തന്നെയായിട്ട് മാറും. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ഇസ് കോൺട്രോയിൻ ടു 1 mod p. ഇൻ അതർ വേർഡ്സ് എ സ്ക്വയർ കോൺട്രോയിൻ ടു 1 mod p. അതാണ് സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ ഇൻറ്റിജർ എ സെൽഫ് ഇൻവേർട്ടിബിൾ മീൻസ് എ സ്ക്വയർ ഇസ് കോൺട്രോയിൻ ടു 1 mod p എന്ന് നമ്മൾ ചുരുക്കമായിട്ട് പറയാം. So a square is congruent to 1 mod p. This means that p divides a square minus 1. A square minus 1 is a multiple of p. P divides a square minus 1. And a square minus 1 is a minus 1 into a plus 1. Okay. Now here p is a prime. ഒരു പ്രൈമാണ് പി എന്ന് പറയുന്നത്. എ മൈനസ് 1ഉം എ പ്ലസ് 1ഉം രണ്ട് ഇൻറ്റിജേഴ്സ് ആണ്. സോ പി എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ പി ഒന്നുകിൽ എ മൈനസ് 1നെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എ പ്ലസ് 1നെ ഡിവൈഡ് ചെയ്യണം. ദസ് വി ഹാവ് പി ഡിവൈഡ്സ് എ മൈനസ് 1 ആണെങ്കിൽ നമുക്ക് പറയാം എ കോൺട്രോയിൻ ടു 1 mod p. കാരണം എ മൈനസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ആയിട്ട് മാറും. പി ഡിവൈഡ്സ് എ പ്ലസ് 1 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് എ കോൺട്രോയിൻ ടു -1 mod p. കാരണം എ മൈനസ് 1 എ പ്ലസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി. Okay, so p divides a minus 1 implies a congruent to 1 mod p. P divides a minus 1 implies a congruent to -1 mod p. That is what we want to prove. A is congruent to plus or minus 1 mod p. ഇനി തിരിച്ചുള്ള റിസൾട്ട് പ്രൂവ് ചെയ്യാൻ കോൺവേഴ്സ്ലി we suppose that a is congruent to plus or minus 1 mod p. That is
A congruent to 1 mod p or A congruent to minus 1 mod p. In both these cases, A square എടുത്തു കഴിഞ്ഞാൽ it congruent to here A square congruent to 1 square, that is 1 mod p, and here A square congruent to minus 1 square, that is equal to also 1 mod p. So in both the cases we have A square congruent to 1 mod p. That means that A is self-invertible modulo p. So we have the result, a positive integer A is self-invertible modulo p if and only if A is congruent to plus or minus 1 mod p. ഈ ലെമ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു റിസൾട്ട്, ഇഫ് യു കൺസിഡർ ദ കോൺട്രുവൻസ് എക്സ് സ്ക്വയർ കോൺട്രുവൻറ്റ് ടു 1 മോഡ് പി, പി ഒരു പ്രൈം ആവുന്ന വിധത്തിൽ എക്സ് സ്ക്വയർ കോൺട്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന ഒരു കോൺട്രുവൻസ് റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിന് വരാവുന്ന ഓൺലി സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 1ഉം p മൈനസ് 1ഉം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, solve the congruence x square congruent to 1 mod 13 എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ 13 ഒരു പ്രൈം ആണ്, അതുകൊണ്ട് the solutions are 1 and 12. Okay, so that's the result here. The congruence x square congruent to 1 mod p has exactly two solutions, 1 and p minus 1 modulo p. For example, the self-invertible least residues modulo 13 are 1 and 12. Since 1 square congruent to 1 mod 13, 1 minus 1 multiple of 13 ആണ്. 12 square congruent to 1 mod 13 കാരണം 12 square is 144, 144 minus 1 is 143, which is a multiple of 13. Or in other words, the solutions of the congruence x square congruent to 1 mod 13 are 1 and 12 modulo 13. ഇവിടെ മോഡുലോ 13 എന്ന് എടുത്തു പറയാൻ കാരണം സൊല്യൂഷൻസ് ആയിട്ട് 1ഉം 12ഉം മാത്രമല്ല ഉണ്ടാവുക, മറ്റ് ഇൻറ്റീജേഴ്സും ഉണ്ടാവും. പക്ഷേ ആ ഇൻറ്റീജേഴ്സ് എല്ലാം തന്നെ 13നേക്കാൾ വലിയ ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസിൽ ഉൾപ്പെടുന്ന സൊല്യൂഷൻസ് ആയിട്ട് വരുന്നത് 1ഉം 12ഉം മാത്രമേ ഉള്ളൂ. സോ വി ഹാവ് 1 and 12 മോഡുലോ 13. മറ്റൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ഒന്നുകിൽ 1ഉമായിട്ട് അല്ലെങ്കിൽ 12ഉമായിട്ട് കോൺട്രുവൻ്റ് ആയിരിക്കും, മോഡുലോ 13. ഓക്കെ, സോ ഹിയർ വിൽസൺസ് തിയറത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി വിൽ കൺസിഡർ an example again. We consider p equal to 11. Then what will be p minus 1 factorial? It is 10 factorial. That is 1 into 2 into etc. 10. The least residues modulo 11 that are self-invertible are 1 and 10. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം 1 square congruent to 1 mod 11 ആണ്, 10 square congruent to 1 mod 11 ആണ്. 10 square എന്ന് പറഞ്ഞാൽ 100 ആണ്, 100 minus 1 is 99, which is a multiple of 11. Okay, so 1ഉം 10ഉം ആണ് self-invertible ആയിട്ടുള്ള least positive residues. Now we rearrange the remaining factors into pairs in such a way that the residues in each pair are inverses of each other modulo 11. അതായത് നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്ത എ എക്സ് കോൺട്രുവൻറ്റ് ടു 1 മോഡ് 11 എന്ന ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പെയേഴ്സ് ആയിട്ട് എയും എക്സും പെയേഴ്സ് ആയിട്ടാണ് ഈ കാണുന്ന ലീസ്റ്റ് റെസിഡ്യൂസ് വരിക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിവിടെ പെയർ ചെയ്യാൻ പോവാണ്. 2ഉം 6ഉം നമുക്ക് പെയർ ചെയ്യാം, കാരണം 2 into 6 is 12. 12 minus 1 is a multiple of 11. Now we can pair 3 and 4. 3 into 12, 4 is 12. 12 minus 1 is a multiple of 11. Now 5 into 9. 5 and 9. 5 into 9 ചെയ്താൽ 45 ആണ്. 45 minus 1 is 44, which is a multiple of 11. Similarly 7 into 8. Okay. So ഇവിടെ നോക്കിയാൽ 2 into 6 is 12. 12 congruent to 1 mod 11 ആണ്. Here also 12 congruent to 1 mod 11. 45 congruent to 1 mod 11. And 56 congruent to 1 mod 11. So 10 factorial is actually congruent to 10 mod 11. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആണ് ലഭിക്കുക. 10 mod 11. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു 10 mod 11 എഴുതുന്നതിന് സമാനമാണ് ഇറ്റ് ഈസ് congruent to -1 mod 11 എന്ന് എഴുതുന്നത്. ഓക്കെ, സോ വി ഹാവ് എ റിസൾട്ട് ദാറ്റ് ആ റിസൾട്ട് ഓർക്കുക. എ congruent to b mod n ആണ് എങ്കിൽ വി ക്യാൻ ഓൾസോ റൈറ്റ് എ ഈസ് congruent to b minus n mod n. Okay, that is here 10 minus 11 is minus 1. So a congruent to b mod n implies a congruent to b minus n mod n. So here 10 factorial is congruent to minus 1 mod 11, or we may write 10 factorial plus 1 is a multiple of 11. That is actually Wilson's theorem. P minus 1 factorial is congruent to minus 1 mod 11. Now we will prove the theorem, Wilson's theorem. If p is a prime, then p minus 1 factorial is congruent to minus 1 mod p. Suppose p equal to 2.
Then substitute here p ക്ക് 2 കൊടുത്താൽ 2 minus 1 factorial means 1 factorial, it is 1 and 1 is congruent to minus 1 mod 2. p ക്ക് 2 ആണ് കൊടുക്കേണ്ടത്. 1 minus minus 1 is 2, 2 is a multiple of 2. So ഈ കാണുന്ന റിലേഷൻ p equal to 2 കൊടുത്താൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore the theorem is true when p equal to 2. Now we consider the case when p greater than 2. The least positive residues 1 and p minus 1 are invertible modulo p. ആ രണ്ട് എലമെൻറ്റ്സ് ഇൻവേർട്ടിബിൾ ആയുള്ള എലമെൻറ്റ്സ് ആണ്. അതായത് 1 സ്ക്വയർ ഇസ് കോൺട്രുവൻറ്റ് ടു 1 മോഡ് പി ആണെന്ന് നമുക്കറിയാം. അതുപോലെ p മൈനസ് 1 എടുത്താൽ p മൈനസ് 1 സ്ക്വയർ ഇസ് കോൺട്രുവൻറ്റ് ടു p മൈനസ് 1 മോഡ് പി ആണ്. ഒന്നിനോട് തന്നെ കോൺട്രുവൻ്റ് ആയിട്ടുള്ള ഈ റിലേഷൻ പ്രകാരം എക്സ് സ്ക്വയർ കോൺട്രുവൻറ്റ് 1 മോഡ് പി എന്ന റിലേഷൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്ന ഇൻഡിജേഴ്സ് ആണ് 1ഉം p മൈനസ് 1. സോ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ മാറ്റി വയ്ക്കുന്നു. സോ 2 of them 1 and p minus 1 are their own inverses. So we can group the remaining p minus 3 residues 1, 2, etc. p minus 1 integers. ഇത്രയും ഇൻഡിജേഴ്സ് ആണ് ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡുലോ p ആയിട്ടുള്ളത്. ഇതിൽ 1ഉം p മൈനസ് 1ഉം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഇൻഡിജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് p മൈനസ് 3 ആണ്. p മൈനസ് 1ൽ നിന്ന് 2 എണ്ണം കുറച്ചാൽ p മൈനസ് 3. ഈ p മൈനസ് 3 ഇൻഡിജേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. 2 മുതൽ p മൈനസ് 2 വരെയുള്ള ഇൻഡിജേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ p മൈനസ് 3 ഇൻഡിജേഴ്സ് ആണുള്ളത്. അതിനെ പെയേഴ്സ് ആക്കി മാറ്റിയാൽ p മൈനസ് 3/2 പെയേഴ്സ് ഉണ്ടാവും. ആ കാണുന്ന പെയേഴ്സിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഇൻവേഴ്സ് ആയിട്ടാണ് വരിക. അത് ഏതിൻ്റെ ഇൻവേഴ്സ് ആണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ 2ൻ്റെ ഇൻവേഴ്സ് ആയിട്ട് 3, 4 എക്സെട്ര p മൈനസ് 2 വരെയുള്ളതിൽ ഏത് ഇൻറ്റീജറാണ് 2യുടെ ഇൻവേഴ്സ് ആയിട്ട് വരിക എന്ന് നമുക്കറിയില്ല. അത് അറിയണമെങ്കിൽ നമുക്ക് p എന്താണെന്ന് അറിയണം. നമ്മൾ ജനറൽ പ്രൂഫാണ് എഴുതുന്നത്. പക്ഷേ 2ൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു ഇൻറ്റീജറാണ്. 3യുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു ഇൻറ്റീജറാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് യു മൾട്ടിപ്ലൈ ഓൾ ദീസ് ഇൻറ്റീജേഴ്സ്? 2ൻ്റെ ഇൻവേഴ്സ് എന്താണോ അതും 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് കോൺട്രുവൻറ്റ് ടു 1 മോഡ് പി. 3യും 3യുടെ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും കോൺട്രുവൻറ്റ് ടു 1 മോഡ് പി ആണ്. അതുകൊണ്ട് ഈ കാണുന്ന ഇൻഡിജേഴ്സ് എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് കോൺട്രുവൻറ്റ് ടു 1 മോഡ് പി. അത് ആ റിസൾട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ വി ഗ്രൂപ്പ് ദ റിമൈനിങ് p മൈനസ് 3 റെസിഡ്യൂസ് 2 ത്രൂ p മൈനസ് 2. 2 മുതൽ p മൈനസ് 2 വരെയുള്ള ഇൻഡിജേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു ഇൻറ്റു p മൈനസ് 3/2 പെയേഴ്സ് ഓഫ് ഇൻവേഴ്സസ് ഓഫ് a ആൻഡ് b ഈക്വൽ ടു a ഇൻവേഴ്സ്. ഏത് തരത്തിലാണ് നമ്മൾ പെയർ ആക്കുന്നത്? എയും a ഇൻവേഴ്സുമാണ് നമ്മൾ പെയർ ആക്കിയിട്ടുള്ളത്. സച്ച് ദാറ്റ് a ഇൻറ്റു a ഇൻവേഴ്സ് ഇസ് കോൺട്രുവൻറ്റ് ടു 1 മോഡ് പി. ആ a ഇൻവേഴ്സിനെ നമ്മളോട് b എന്ന് വിളിച്ചു. സോ a ഇൻറ്റു b കോൺട്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന രീതിയിലുള്ള p മൈനസ് 3/2 പെയേഴ്സ് ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. So we multiply all these integers. We have 2 into 3 into etc. p minus 2 is congruent to 1 mod p. Actually ഇവിടെ 1 into 1 into 1 എന്ന് p minus 3/2 ടൈംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 1 എന്ന് എഴുതിയത്. 2ഉം ഈ കൂട്ടത്തിലുള്ള ഏതോ ഒന്നും മൾട്ടിപ്ലൈ ചെയ്താൽ കോൺട്രുവൻറ്റ് ടു 1 mod p ആണ്. 3യുടെ കൂടെ ഇതിലുള്ള ഏതോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ കോൺട്രുവൻറ്റ് ടു 1 mod p ആണ്. സോ നമ്മൾ പെയേഴ്സ് ആക്കി മാറ്റിയാൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് വിൽ ബി കോൺട്രുവൻറ്റ് ടു 1 mod p. ഇവിടെ 2, 3 എക്സെട്ര p മൈനസ് 2 വരെയുള്ള ഇൻഡിജേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. p മൈനസ് 1 ഫാക്ടോറിയൽ ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യണം, p മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യണം. സോ p മൈനസ് 1 ഫാക്ടോറിയൽ ഇസ് ആക്ച്വലി 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര p മൈനസ് 2 ഇൻറ്റു p മൈനസ് 1. ഓക്കെ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1 ഇൻറ്റു ഈ കാണുന്ന പ്രൊഡക്റ്റ് കോൺട്രുവൻറ്റ് ടു 1 മോഡ് p എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് വാട്ട് റിമെയിൻസ് ഇറ്റ് ഈസ് p മൈനസ് 1. സോ വി ഹാവ് p മൈനസ് 1 ഫാക്ടോറിയൽ ഈസ് കോൺട്രുവൻറ്റ് ടു 1 into p minus 1 mod p, that is p minus 1 mod p. So we use the result a congruent to b mod n ആണ്. We can write a is congruent to b minus n mod n. So ഇവിടെ നോക്കിയാൽ p minus 1 minus p ചെയ്താൽ minus 1 ലഭിക്കുന്നു. So we have p minus 1 factorial is congruent to minus 1 mod p. So we have the result, if p is a prime then p minus 1 factorial is congruent to minus 1 mod p. This is what is called Wilson's theorem. So Wilson's theoremത്തിൻ്റെ ഇല്ലുസ്ട്രേഷൻ ആണ് തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലുള്ളത്. p11 ആവുന്ന കേസിൽ എങ്ങനെയാണ് നമ്മളത് ഗ്രൂപ്പ് ചെയ്തിട്ട് 1 എന്ന് എഴുതിയത് എന്ന ഇല്ലുസ്ട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് തിയറം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. വിൽസൺസ് തിയറം പ്രകാരം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് ഇഫ് p is a prime then p minus 1 factorial is congruent to minus 1 mod p എന്നാണ്. വാട്ട് അബൌട്ട് ദ കോൺവേഴ്സ് ഓഫ് ദിസ് തിയറം? അതായത് n എന്ന ഒരു ഇൻറ്റിജർ എടുത്തു, n മൈനസ് 1 ഫാക്ടോറിയൽ ഈസ് കോൺട്രുവൻറ്റ് ടു മൈനസ് 1 മോഡ് n ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ n ഒരു പ്രൈം ആയിരിക്കണമെന്നുണ്ടോ? ദാറ്റ് ഈസ് ദ കോൺവേഴ്സ് ഓഫ് വിൽസൺസ് തിയറം. സോ ലെറ്റ് us check
The converse of the theorem says that if n is a positive integer such that n minus 1 factorial is congruent to minus 1 mod n, then n is a prime. ഈ കാണുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രൈംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി പ്രൂവ് ദ തിയറം ബൈ കോൺട്രഡിക്ഷൻ. സപ്പോസ് n is കോമ്പസിറ്റ്. n ഒരു പ്രൈം അല്ല. ഈ കാണുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇൻഡിജറാണ് n, പക്ഷേ n ഒരു പ്രൈം അല്ല എന്ന് വിചാരിക്കുക. പ്രൈം അല്ല എങ്കിൽ അത് കോമ്പസിറ്റ് ആയിരിക്കും. കോമ്പസിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്നിനെ a ഇൻറ്റു ബി ഫോമിൽ എഴുതാൻ പറ്റും. വേർ a ആൻഡ് b ബോത്ത് ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് n. എയോ ബിയോ 1ഓ n-നോ ഈക്വൽ അല്ല. ഫോർ എക്സാമ്പിൾ എന്നിനെ നമുക്ക് വേണമെങ്കിൽ 1 ഇൻറ്റു n എന്ന് എഴുതാം. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. 1ഓ n-ഓ അല്ലാത്ത കോമ്പിനേഷൻസ് ഉപയോഗിച്ച് എന്നിനെ എഴുതാൻ പറ്റും, n കോമ്പസിറ്റ് നമ്പർ ആണെങ്കിൽ. So we have n equal to a into b, where a not equal to 1, b not equal to 1, and a not equal to n and b not equal to n. Now here നമ്മൾ അസ്യൂം ചെയ്തുള്ളത് എ കോമ്പസിറ്റ് ആണെന്നാണ്. സോ എ ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു ബി വെർ 1 ലെസ് ദാൻ എ കോമ ബി ലെസ് ദാൻ എൻ. നമ്മളിവിടെ പറഞ്ഞ പ്രകാരം എ ഡിവൈഡ്സ് എൻ ആണ്. എൻ എന്നത് എയുടെ ഒരു മൾട്ടിപ്പിളാണ്. ആൻഡ് ഓൾസോ വി ഹാവ് ദ റിസൾട്ട് ഇൻ ദ തിയറം ദാറ്റ് n minus 1 factorial is congruent to minus 1 mod n. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന n ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. This means that n minus 1 factorial minus of minus 1, that is plus 1 എടുത്തു കഴിഞ്ഞാൽ n-ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. or in other words n divides n minus 1 factorial plus 1. Here a divides n and n divides n minus 1 factorial plus 1. So we have a divides n minus 1 factorial plus 1. We have the result that if a divides b and b divides c, then this implies a divides c. So a divides n minus 1 factorial plus 1. പക്ഷേ a എന്നത് 1-നും n-നും ഇടയ്ക്കുള്ള ഒരു ഇൻറ്റിജറാണ്. 1ഓ n-ഓ ഈക്വൽ ആവില്ല. 1-നും n-നും ഇടയ്ക്കുള്ള ഒരു ഇൻറ്റിജറാണ് a എന്ന് പറയുന്നത്. സോ a divides 1 into 2 into 3 into etc. n minus 1. ബിക്കോസ് എ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു ഇൻറ്റിജറാണ്. അതുകൊണ്ട് ഈ കാണുന്ന 1 മുതൽ n മൈനസ് 1 വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇൻ അതർ വേർഡ്സ് എ ഡിവൈഡ്സ് 1 into 2 into etc. n minus 1. ദാറ്റ് ഈസ് എ ഡിവൈഡ്സ് n minus 1 ഫാക്ടോറിയൽ. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി ഇംപ്ലൈസ് എ ഡിവൈഡ്സ് ബി മൈനസ് സി. ഈ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ ഹിയർ എ ഡിവൈഡ്സ് n minus 1 factorial plus 1. ഹിയർ എ ഡിവൈഡ്സ് n minus 1 factorial. Therefore a divides n minus 1 factorial plus 1, that is b here, minus of c is n minus 1 factorial. So we have n minus 1 factorial minus n minus 1 factorial cancels out and we have a divides 1. a എന്ന ഇൻറ്റിജർ 1-നും ഇടയ്ക്കുള്ള ഒരു ഇൻറ്റിജറാണ്. ആ ഇൻറ്റിജർ 1-നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ, അതായത് 1 എന്നത് എയുടെ ഒരു മൾട്ടിപ്പിളാണ് എന്നാണ് ഈ എഴുതിയതിൻ്റെ അർത്ഥം. ഇത് സംഭവിക്കണമെങ്കിൽ a ഈക്വൽ ടു 1 ആവാൻ മാത്രമേ പറ്റുള്ളൂ. 1-നെ ഡിവൈഡ് ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് 1-ഉം മൈനസ് 1-ഉം മാത്രമേ ഉള്ളൂ. Therefore here it is a contradiction because we assumed that a lies between 1 and n. a is not equal to 1 here. So it is a contradiction. Therefore we can conclude that n is not a composite integer, n is a prime. So if n is a positive integer satisfying this congruence, that is n minus 1 factorial congruent to minus 1 mod p mod minus 1 mod n, then n must be a prime. So Wilson's theorem ത്തിന്റെ കോൺവേഴ്സ് പാർട്ടും ആക്ച്വലി ട്രൂ ആണ് എന്നാണ് നമ്മളിവിടെ തിയറത്തിലൂടെ പ്രൂവ് ചെയ്തത്.